ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എന്താണ് ഈ കാട്ടുവള്ളിയൊക്കെ ആയിട്ട് വന്നതെന്ന് എല്ലാവരും വിചാരിക്കേണ്ട കേട്ടോ. ഇതിൻ്റെ പേരാണ് ചങ്ങലം പരണ്ട. ഇതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ചമ്മന്തി അരയ്ക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഇത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ: കറിവേപ്പില, കായം, വറ്റൽമുളക്, മുതിര വേണം, പുളി വേണം, ഉഴുന്ന് വേണം, കുറച്ച് ഉപ്പ്, കുരുമുളക്, മല്ലിപ്പൊടി. മല്ലി പൊടിച്ചത് ആണെങ്കിൽ, പൊടിക്കാത്തതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ജീരകം വേണം കേട്ടോ. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇത്രയും ഐറ്റമാണ് വേണ്ടത്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ആ വറ്റൽമുളകും കുരുമുളകും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങലം പരണ്ട കൂടെ ഇടാവുന്നതാണ് കേട്ടോ. അതുകൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉഴുന്നും മുതിരയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിരക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ചങ്ങലം പരണ്ട എന്ന് പറയുന്നതിന് ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ. തേയ്മാനങ്ങൾ, കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, പിന്നെ അസ്ഥികളുടെ ബലക്കുറവ് എന്നിവയ്ക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ചങ്ങലം പരണ്ട എന്ന് പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് മുട്ടുവേദനയ്ക്കുള്ള ആളാണ്, അമ്മയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ദിവസം വെച്ച് കൂട്ടാവുന്നതാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പുളി കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മൂത്തതിന് ശേഷം നമ്മൾ ഒരു ജാറിനകത്തേക്ക് ഇട്ടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടോ. ചങ്ങലം പരണ്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കഴിച്ചവർ നമ്മളോട് പറയുന്നത് മുട്ടുവേദന ഒത്തിരി കുറവുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ മുട്ടുവേദന മാറിയവരും ഉണ്ട്. അപ്പം നിങ്ങളുടെ വീടിനടുത്ത് ചങ്ങലം പരണ്ട ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.